ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റിയൽ SUV സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു വാഹനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പോഴ്സ് ഗൂർക്ക 5 ഡോർ. യെസ്, അപ്പൊ നമ്മുടെ ഗൂർക്കയുടെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. എടുത്തു പറയേണ്ടത് ആ ഒരു ഗാംഭീര്യമാണ് ഡിസൈൻ. നമുക്ക് ഫ്രണ്ട് ഒരു എൻഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെഹിക്കിളിന്റെ ഒരു വണ്ടി ഒന്ന് വരുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഒരു ഗാംഭീര്യതയാണ് ആ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേശി ജീവാഗൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഈ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ കീപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെയാണ് ദേശി ജീവാഗൻ എല്ലാം നമ്മൾ ഇന്ത്യക്കാരെല്ലാം അതിനൊരു ചാർത്തി കൊടുത്ത ഒരു പേരാണ്. പിന്നെ മെർസിഡീസ് ബെൻസുമായിട്ട് നേരത്തെ ഇവർക്കൊരു തമ്മിലൊരു ഇതുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള എഞ്ചിൻ ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു OM611 എന്ന് പറയുന്ന എഞ്ചിൻ കോഡ് നെയിം വരുന്ന എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നേരത്തെ ജനറേഷനിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഗൂർക്കയും തമ്മിൽ ഇപ്പൊ ഒരുപാട് വ്യത്യാസം വന്നു. കാരണം എഞ്ചിനൊക്കെ ഒരുപാട് ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസം വന്നു, പിന്നെ പവറിൽ വ്യത്യാസം വന്നു, ടോർക്കിലെല്ലാം മൊത്തത്തിൽ ഉള്ള വ്യത്യാസങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു എഞ്ചിനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അങ്ങനെ വന്നെത്തിയിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് മോഡലാണ് നമ്മുടെ ഇപ്പൊ 5 ഡോർ. അപ്പൊ 3 ഡോറിലും ആ ഒരു ഈ മാറ്റങ്ങളെല്ലാം അതിലും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 വേരിയന്റ് നമുക്കിപ്പോ അവൈലബിൾ ആണ്. 3 ഡോറും അവൈലബിൾ ആണ്, 5 ഡോറും അവൈലബിൾ ആണ്. ഇപ്പൊ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഗ്രില്ലാണ് എടുത്ത് പറയത്തേക്കുള്ള മെഷ്ഡ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വെഹിക്കിളിന് വന്നേക്കുന്നത്. അതിൽ സെൻട്രൽ ആയിട്ട് നമുക്ക് ഗൂർക്ക എന്നുള്ള നല്ല വലിപ്പത്തിൽ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്രോം ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്രീൻ കളർ അതും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഗ്രീൻ കളർ കാണാൻ. ഒരു ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലാണേലും നല്ല ഭംഗിയുണ്ട് അത് ഗ്രീൻ കാണാൻ അല്ലേ. അപ്പൊ അത് പിന്നെ സൈഡിലേക്ക് നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലാമ്പ് എല്ലാം ആ ഒരു റൗണ്ട് ഹെഡ്ലാമ്പ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് ആ ഒരു DRL കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഒരു ഡയമണ്ട് ഫിനിഷിലാണ് ആ ഒരു DRLs കൊടുത്തേക്കുന്നത്. LED ഹെഡ്ലാമ്പ്സ് തന്നെയാണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടും പറയേണ്ടത് ഫുൾ മെറ്റൽ ബോഡിയാണ് ഈ വെഹിക്കിളിൽ മാക്സിമം കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ പല വാഹനങ്ങളിലും ഈ മെറ്റൽ ബോഡി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാര്യം നമ്മുടെ ഗൂർക്കയുടെ കാര്യത്തിൽ ഫുൾ മെറ്റൽ ബോഡിയാണ്. ഈ ഒരു ബമ്പറിന്റെ ഭാഗമൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫൈബർ പാർട്സ് ഒക്കെ വരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാണ്. പിന്നെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബമ്പർ കൊടുത്തേക്കുന്നത് ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റിലാണ് കൊടുത്തേക്കുന്നത്. ഓഫ് കോഴ്സ് ഒരു ഓഫ് റോഡറും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലാണ് ബമ്പർ എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. താഴെ നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാം. നമുക്കിവിടെ വലിയൊരു എയർ ഡാമും കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ മെയിൻ ആയിട്ട് എന്താ ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത് നമ്മുടെ ബോണറ്റിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതും നമ്മുടെ മേളിൽ കാണുന്ന റൂഫ് കാരിയറും ഒക്കെ അക്സറി ആയിട്ട് വരുന്നതാണ്. സ്റ്റോക്ക് വരുന്നില്ല വെഹിക്കിളിൽ. നമ്മുടെ അതൊരു അക്സറി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എടുത്തു വരേണ്ട ഈ ഒരു സ്നോർക്കല് കമ്പനി ഫിറ്റഡ് വരുന്ന ഏക ഒരു വണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അത് നമ്മുടെ ഫോഴ്സ് ഗൂർക്കയാണ്. അപ്പം ഇതിനകത്ത് ഫോഴ്സ് ഗൂർക്ക എന്ന് പറയുന്ന ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞാൽ ഒരു കൾട്ട് SUV എന്ന് തന്നെ എടുത്തു പറയണം. കാരണം അത് എന്താണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിനെ നമ്മളൊരു കാറോ അല്ലെങ്കിൽ വേറൊരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ ഒരു പ്രീമിയം SUV അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു കൾട്ട് SUV ആണ്. ഇതിന്റെ ഈ ഒരു ഗാംഭീര്യത ഞാൻ നേരത്തെ പറഞ്ഞ വാക്കെടുക്കുകയാണ്. ഈ ഒരു ഗാംഭീര്യതയും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർക്കാണ് ഈ വെഹിക്കിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുത്തുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ ഈ കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം പലരും പല ആൾക്കാരും ഇതിൽ പറയാറുണ്ട് ഇത് ഒത്തിരി അങ്ങ് ഓൾഡ് സ്കൂൾ ആണല്ലോ. അത് ഓൾഡ് സ്കൂൾ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കൾട്ട് SUV ആയിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ കമ്പനിക്ക് ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല. ആ ഒരു എന്താ പറയുക പ്യുവർ SUVയുടെ ഫീല് നമുക്ക് അതേ രീതിയിൽ കിട്ടേണ്ട ബൈക്ക് തന്നെയാണ് ആ കൊടുത്തേക്കുന്നത്. നമുക്ക് ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റീരിയർ വീഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് വീൽ ആർച്ചസ് ഒക്കെ കാണാം. ഒരു ഫെൻഡർ ആ സൈഡിൽ ഇവിടെ ഒരു നല്ല ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടയർസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾട്ടറൈൻ ടയർ ആണ് കമ്പനി ഫിറ്റഡ് ആയിട്ട് നമുക്ക് ഓൾട്ടറൈൻ ടയർ ആണ് വെഹിക്കിളിന് കിട്ടുന്നത്. അത് C8ന്റെ ടയർ തന്നെയാണ് വരുന്നത്. അത് അത്യാവശ്യം നമുക്ക് ഇവിടെ C8ന്റെ ആ ഒരു ബാഡ്ജിങ് ഒക്കെ വൈറ്റ് ലെറ്ററിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കമ്പനി ഫിറ്റഡ് ആണ്. ഇതൊന്നും നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എടുത്ത് പറയേണ്ട 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇപ്പോൾ വെഹിക്കിളിന് വന്നേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊരു ക്രോം ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ നല്ല എടുത്തു നിൽക്കുന്നുണ്ട്. അതൊരു സൈഡ് ഡിസൈനിൽ ആ ഒരു അലോയുടെ ഡിസൈൻ നമുക്ക് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 700 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു വെഹിക്കിൾ ആണ് നമ്മുടെ ഈ ഒരു ഫോഴ്സ് ഗൂർക്ക എന്ന് പറയുന്നത്. പിന്നെ ഈ സ്നോർക്കൽ ഉള്ളത് കൊണ്ടും നമുക്ക് ആ രീതിയിൽ അത് ഉപകാരപ്പെടും. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സ്റ്റോപ്പ് വരുന്നുണ്ട് വെഹിക്കിളിന്. FM 2.6 എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിന്റെ 2600 cc ആണ് വെഹിക്കിളിന്റെ എഞ്ചിൻ വരുന്നത്. അതാണ് അവിടെ ബാഡ്ജ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. മിറർ എല്ലാം ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇങ്ങനെ പിടിക്കുന്ന ഒരു ടൈപ്പിലുള്ള രീതിയിലുള്ള ഒരു ഹാൻഡിലാണ്, ഡോർ ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്. കീ ഇട്ട് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് റിമോട്ടിലും ഓപ്പൺ ചെയ്യാം, അല്ലെ കീലെസ് എൻട്രി വരുന്നില്ല നമുക്ക്. പിന്നെ നമ്മുടെ വെഹിക്കിളിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 233 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വേറൊരു വെഹിക്കിളിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര അടിപൊളിയായിട്ട് കൊടുത്തേക്കുവാണ്. ഇതേണ്ട ഇപ്പൊ ഞാൻ തന്നെ ഇതിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ കണ്ടു, ഇത്രയും ഒരു ഭീമാകാരന്റെ അടുത്താണ് ഞാൻ ഈ നിൽക്കുന്നത്. കാരണം അത്ര ഹൈറ്റും ഒക്കെ ഉള്ള ഒരു വെഹിക്കിളാണ്. ഇപ്പൊ 18 ഇഞ്ച് വീൽസ് കൂടെ വന്നപ്പോൾ ഇത്രയും ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷ്വലി കാണാൻ പറ്റും അതിന്റെ ഒരു വലിപ്പം തന്നെ. പിന്നെ നമ്മുടെ വെഹിക്കിളിന്റെ ഓവറോൾ ലെങ്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 4390 mm ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്. 2325 ആണ് നമ്മുടെ വീൽ ബേസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. ആ ഒരു വീൽ ബേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അകത്ത് ഇന്റീരിയറിൽ എത്രയും സ്പേസ് ഉണ്ടെന്ന്. അപ്പൊ ഞാനിത് ഒന്നുകൂടെ ഒന്ന് പറയാന്ന് വെച്ചു. കാരണം നിങ്ങൾക്ക് ആദ്യമേ അത് ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല. ഈ വിൻഷീൽഡ് പ്രൊട്ടക്ടർ നമുക്ക് സ്റ്റോക്ക് വെഹിക്കിളിൽ വരുന്നില്ല. ഇത് അക്സറിയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഈ മേളിൽ കാണുന്ന ഈ റൂഫ് കാരിയറും നമുക്ക് അക്സറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് സ്റ്റോക്ക് വെഹിക്കിളിൽ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഇതൊക്കെ വെക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. ഒരുപാട് അക്സറി ഉണ്ട് ശരിക്കും ഗൂർക്കയ്ക്ക്. അതിൽ ഈ 2 സാധനങ്ങൾ നമുക്ക് ഈ വെഹിക്കിളിന് നമ്മൾ അക്സറി ആയിട്ട് ചെയ്തേക്കുന്നതാണ്. സ്നോർക്കൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് വരുന്നതാണ്. ഇനിയിപ്പോ സൈഡ് ഡിസൈനിലേക്ക് പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് സെക്കൻഡ് റോയിൽ കൊടുത്തേക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മുടെ 5 ഡോർ വെഹിക്കിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കയറാവുന്ന ഒരു രീതിയിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡോർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 4x4x4 എന്ന് കാണാം. 4x4 എന്നുള്ളത് നമ്മുടെ 4 വീൽ ഡ്രൈവ് ആണെന്നുള്ളത് വെഹിക്കിളിന്റെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഈ 4 എന്നുള്ളത് കൊടുത്തേക്കുന്നത് 4 ടെറൈൻ മോഡ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മല, കാട്, പിന്നെ ഇതെന്താണ് വെള്ളം, ചെളി. അങ്ങനെ ഈ 4 നമ്മുടെ ടെറൈൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കമ്പനി. അതാണ് 4x4x4 എന്ന് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിത് ഫ്യൂവൽ ലിഡ് നേരത്തെ ജെൻ ഗൂർക്കയിൽ നമുക്ക് മറ്റേ കീ ഇട്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു. ഇപ്പൊ അതെല്ലാം നമുക്ക് അകത്തുനിന്ന് സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. പിന്നെ തേർഡ് റോയിലെ സീറ്റിങ്ങിനാണെങ്കിലും അവിടെ നമുക്ക് നല്ല ഒരു എന്താ പറയുന്നത്, നല്ലൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്ത് നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തത്. അത് നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പക്ക ആ ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരു പടം വരയ്ക്കാൻ, ഒരു കാറിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമ്മൾ നേരെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ അങ്ങ് വരയ്ക്കുമല്ലേ, അത് തന്നെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. പക്ക ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ്. അപ്പം ബാക്കിലും അത് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. വെഹിക്കിളിന് ആ ഒരു ബോക്സി ഡിസൈൻ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ബാക്കിലത്തെ ഗ്ലാസ് ആണെങ്കിലും നമുക്ക് ഡീഫോർഗർ ബാക്കിലത്തെ ഗ്ലാസ്സിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസുകൾ എക്സ്ട്രാ നമ്മൾ ആ 2 സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലതായിട്ടുണ്ട്. ആ ഒരു തേർഡ് റോയിലേക്ക് അത്രയും കൂടെ ഒരു നമുക്ക് എന്താ പറയുന്നത്, ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടെ മേളിൽ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കാണാം മുകളിൽ. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പെയർ വീലാണ്. അതും ഫുൾ സൈസ് അലോയ് ആണ് കൊടുത്തേക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 80 ടയർ തന്നെയാണ് വെഹിക്കിളിന് വരുന്നത്.
പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാലജൻ ടെയിൽ ലാമ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന്. അത് അത്യാവശ്യം നല്ല ഈ ഒരു നമ്മുടെ ഇങ്ങനത്തെ ഒരു SUV-കൾക്കൊക്കെ ചേരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഇങ്ങനെ നീളത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കമ്പനി ഫോളോ ചെയ്തേക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഇവിടാണ് ഗൂർക്ക എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ബാക്കിൽ കാണാവുന്നത്. അതും ഒരു പ്ലേറ്റഡിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഗൂർക്ക എന്നുള്ള ബാഡ്ജിങ്. പിന്നെ ഇവിടെ നമുക്കൊരു കീ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ ഇതും അക്സറിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു ലാഡർ. നമുക്ക് വെഹിക്കിളിന്റെ മേളിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാഡറാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ഇവിടെ ഒരു റിയർ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെൻസേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ക്യാമറയുണ്ട്. അതെ, വളരെ ചെറിയൊരു ക്യാമറ, പക്ഷെ നല്ല അത്യാവശ്യം വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് ക്യാമറയിൽ. പിന്നെ ഇവിടെ റിഫ്ലക്റ്റേഴ്സ് 2 കൊടുത്തിട്ടുണ്ട് 2 സൈഡിൽ. ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വെഹിക്കിളിന്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈനിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഗൂർക്കയുടെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഗൂർക്കയില് ഈ രീതി വേണം കയറാൻ. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫുഡ് സ്റ്റെപ്പിലും ചവിട്ടി വേണം കയറാൻ. അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അത് നല്ല കാര്യമാണ്. ഇത്ര ഹൈറ്റില് എന്ത് കമാൻഡിങ് പൊസിഷൻ ആണ്, ഒരു രക്ഷയില്ല. അതാണ് ഇതിന്റെ ഒരു ഇന്റീരിയറിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് എടുത്തു പറയേണ്ട ഒരു കാര്യം. അടിപൊളിയാണ് ഈ ഒരു കമാൻഡിങ് പൊസിഷൻ, ഒരു രക്ഷയില്ല. അത് നമ്മൾ അത്ര ഹൈറ്റിലാണ്, ഇത്രയും നല്ല ഹൈറ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡ്രൈവിങ്ങിന്, ലോങ് സ്ട്രെച്ച് ഡ്രൈവിങ്ങിലൊക്കെ നമുക്ക് വളരെ അനായാസം കിലോമീറ്റേഴ്സുകൾ കവർ ചെയ്യാൻ പറ്റും. ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം. കാരണം നമുക്ക് നല്ല വൈഡായിട്ടുള്ള ഒരു വ്യൂ ആണ് റോഡിലേക്കുള്ളത്. അപ്പൊ അതാണ് ആ ഒരു കമാൻഡിങ് പൊസിഷന്റെ മെയിൻ ഒരു അട്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റീരിയറിലേക്ക് വരാം. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു എന്താ പറയുന്നത്, നമുക്ക് ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഗിമ്മിക്സ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ലിസ്റ്റ് ഒന്നും എനിക്ക് പറയാനില്ല. കാരണം പക്ക ഒരു നമുക്ക് ആവശ്യകതയുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത് കമ്പനി. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഇതിലുണ്ട്. ആ രീതിയിലാണ്. ഡാഷ്ബോർഡ് നല്ല അത്യാവശ്യം ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഡാഷ്ബോർഡ് ഫുൾ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള AC വെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിന്. നല്ല AC ആണ്, ഒരു രക്ഷയില്ലെന്ന് തന്നെ എടുത്ത് പറയണം. അടിപൊളി കൂളിംഗ് ആണ് AC-ക്ക്. ഇപ്പൊ നമ്മുടെ ഈ മിസ്റ്റ് ഒക്കെ പിടിച്ചിരിക്കുന്ന മഴയുണ്ട്, ഓഫ് കോഴ്സ് മഴയുണ്ടെന്ന് പറഞ്ഞാലും, പക്ഷെ ഈ AC ഭയങ്കര ഒരു രക്ഷയില്ലാത്ത കൂളിംഗ് തരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഗൂർക്ക എന്നുള്ള ഒരു ബാഡ്ജിങ് ഇന്റീരിയറിൽ നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ആദ്യം തന്നെ ഗ്ലൗ ബോക്സിലേക്ക് വന്നേക്കാം. ഗ്ലൗ ബോക്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 9-inch സ്ക്രീൻ ആണ്. നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒരു നിപ്പോണിന്റെ ഒരു സെറ്റ് ആണ് നമുക്ക് അതിൽ വരുന്നത്. ഇതിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കണ്ടോ മാപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഇൻബിൽട്ട് നമുക്ക് ഫോൺ കണക്ടിവിറ്റിയും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എയർ ബാഗിന്റെ സ്വിച്ചസ് കൊടുക്കുന്ന കാണാം, എക്കോ മോഡ് കാണാം. ഇത് പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പ്, റിയർ ഫോഗ് ലാമ്പിന്റെ ഒക്കെ അതിന്റെയൊക്കെ സ്വിച്ചസും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് നമ്മുടെ ഹസാർഡ് സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ AC വെൻ നമുക്ക് ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ നോർമൽ രീതിയിലാണ് ഈ ഒരു റൊട്ടേറ്ററി സ്വിച്ചസ് ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ AC-യുടെ അതിന്റെ സ്വിച്ചസ് തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ബാക്കിലത്തെ ഇത് AC മിനിമം എന്നുള്ള ഒരു മോഡാണ്. നമുക്ക് AC വേണമെങ്കിൽ കുറച്ചിടാം. ഒറ്റ ഒരു മോഡിൽ തന്നെ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റും. ഇവിടെ നമുക്ക് 12 വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം. നല്ല ടൈറ്റ് ആണ്, പുതിയ വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം 12 വോൾട്ട് കൊടുത്തേക്ക് കാണാം. പിന്നെ ഇവിടെ നമുക്ക് 2 USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം, മൊബൈൽ ചാർജ് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് കീ ഒക്കെ വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 ഡിഫറൻഷ്യൽ ലോക്ക്. ഇത് ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്കാണ്, റിയർ ഡിഫറൻഷ്യൽ ലോക്കാണ്. നമുക്ക് ഓഫ് റോഡിങ്ങിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത് മാനുവൽ ഗിയർ ബോക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല ഒരു നീറ്റായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ബൂട്ടൊക്കെ ആണെങ്കിലും ഒരു താഴെ ആണെങ്കിൽ നമുക്കൊരു ക്രോം ഫിനിഷിലൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഗിയർ ലിവർ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് കമ്പനി.
പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം നമുക്ക് ഇവിടാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഓഫ് റോഡിങ് വെഹിക്കിൾസിലെല്ലാം നമ്മുടെ അതിന്റെ ഇലക്ട്രിക്കൽ കാര്യങ്ങളെല്ലാം ഇവിടെ ആയിരിക്കും വരുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 700 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു വെഹിക്കിളാണ്. എല്ലാ ടെറൈനിലൂടെയും പോകുന്നതാണ്. അപ്പൊ അത് കാരണത്താൽ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിലേക്ക് വരത്തില്ല. ഡോർ നമുക്ക് വേണേൽ അരിച്ചു വെച്ചിട്ട് വരെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു വെഹിക്കിളാണ്. അപ്പൊ അത് കാരണത്താലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്ക് അവിടെ പവർ വിൻഡോ സ്വിച്ചസ് ഒന്നും കാണത്തില്ല. അതെല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റം വന്നിട്ടുണ്ട് പുതിയ കൂർക്കയില്. അത് 4 വീൽ ഡ്രൈവിന്റെ ആ ഒരു റൊട്ടേറ്ററി നോബിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോഴ്. പിന്നെ വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണ്ട ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു മാനുവലി ഉള്ള ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്കൊരു മൊബൈലൊക്കെ വെക്കാവുന്ന രീതിയിൽ അതും നല്ല വെൽ ആയ രീതിയിലാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഫോൺ ഓടിക്കളിക്കാതൊക്കെ വേണമെങ്കിൽ ഫോൺ തന്നെ ഇവിടെ വേണമെങ്കിൽ വെക്കാം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും 2 USB പോർട്ട് കൊടുത്തേക്കുന്നുണ്ട്. അത് ബാക്കിൽ ഇരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് നല്ല അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ, പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ നമുക്കൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് 2 സീറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ലിപ്പ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഗൂർക്ക എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. ഒരു ബ്ലാക്ക് ഒരു റെഡ് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്നത് സ്റ്റിച്ചിങ് ആണെങ്കിലും ഒക്കെ കൊടുത്തേക്കുന്നത് റെഡ് ഫിനിഷിലൊക്കെയാണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഫോഴ്സിന്റെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള, പക്ഷെ നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. നമുക്ക് പിടിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ചിന്റെ ഒരു ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ ആണ് വെഹിക്കിളിൽ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കാണാൻ. കാരണം അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ കൊടുത്തേക്ക് കാണാൻ വളരെ അട്രാക്റ്റീവ് ആണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് അതിലേക്ക് നമ്മുടെ കണ്ണു പോകുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നും കണ്ടുപിടിക്കാനൊന്നും. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് TPMS ഉണ്ട്. നമുക്ക് രണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണാം TPMS കൊടുത്തേക്കുന്നത് കാണാം. അതിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, നമ്മുടെ ടയറിന്റെ 4 വീലിന്റെ ഒരു പ്രഷറൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ മോഡ്, എക്കോ മോഡ് ഉണ്ട്, പവർ മോഡ്. ആ മോഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് എംറ്റി, ആവറേജ് മൈലേജ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് കാണാം. അത്രയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട, ഞാൻ നേരത്തെ AC വെന്റ് പറയാൻ നമ്മൾ ഇതിലെല്ലാം മിസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. AC ആണ്, ഇതൊരു ഗ്ലോസി ഫിനിഷ് ആണ്. അത് ഞാനിപ്പോഴതൊന്ന് തുടച്ചപ്പോഴാണ് അത് നമ്മൾ കണ്ടത്. ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അത് കാണാൻ. പിന്നെ നമുക്ക് IRVM ഒക്കെ നോർമൽ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വേറെ ഓട്ടോ IRVM അല്ല വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഗ്രാബ് ഹാൻഡിൽ കാണാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽ നമുക്ക് ഉടനീളം നമുക്ക് വെഹിക്കിളിൽ കാണാൻ പറ്റും. കാരണം ഇതൊരു ഓഫ് റോഡിങ് വെഹിക്കിളും കൂടെ ആയതുകൊണ്ട് നമുക്ക് പിടിച്ചു കയറാനും, പിന്നെ മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഗ്രാബ് ഹാൻഡിലൊക്കെ വേണം ഈ വെഹിക്കിളിൽ കയറണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് പോവാം. ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോട്ടിൽ ഹോൾഡർ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് അവിടെ ഒരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ വിൻഡോ സ്വിച്ചസ് ഒക്കെ സെന്ററിലാണ്. ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. അവിടെ ഒരു ഫാബ്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പക്ഷെ ഒരു നീറ്റ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഡിസൈൻ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, കുറ്റം പറയാനൊന്നുമില്ല. അപ്പൊ അത്രയാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ റിയർ സീറ്റിലെ സെക്കൻഡ് റോയിലെ വിശേഷങ്ങളും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കാണാം. ഇങ്ങനെ നമുക്ക് ചാടി ഉള്ളിലോട്ട് കയറിയിരിക്കാം. അത്യാവശ്യം ഡോറിലൊക്കെ നല്ല തട്ട് ശബ്ദമുണ്ട്. ഡോർ അടയ്ക്കുമ്പോഴൊക്കെ ആ ഒരു തട്ട് ഫീല് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ കേൾക്കാനൊക്കെ. നമുക്ക് റിയർ സീറ്റ് വന്നിട്ട് നമുക്കിത് അഡ്ജസ്റ്റബിൾ അല്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ്. നമുക്ക് റിക്ലൈനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേർക്കും നല്ല കംഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോ എന്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഈ ഫ്രണ്ട് സീറ്റ് കിടക്കുന്നത്. എന്നാൽ പോലും എനിക്കൊരു 5 ഫിംഗർ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. നീ റൂം, പിന്നെ ലെഗ് റൂം ആണെങ്കിലും കുഴപ്പമില്ല, ഹെഡ് റൂം ആണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. തലയിടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് തൈ സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീറ്റിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും ഫ്രണ്ടിലെ പോലെ തന്നെയാണ്, റെഡും ബ്ലാക്ക് ആ ഒരു തീം തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റൂഫ് ഫേസി വന്നിട്ടുണ്ട്.
4 AC വെന്റ്സ് അതിൽ വരുന്നുണ്ട്. അതിന്റെ സ്പീഡ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 USB പോർട്ട് കൊടുത്തേക്കുന്ന കാണാം, മൊബൈൽ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ സെൻട്രൽ ടണൽ ഇല്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം അതുകൊണ്ട് നമുക്ക് 3 പേർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ നമുക്ക് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും സീറ്റ് പോക്കറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പോലെ തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് ബാക്കിലത്തെ സീറ്റിൽ നമുക്ക് അവിടെ ആ ഡോറിൽ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, പവർ വിൻഡോയുടെ സ്വിച്ച് അവിടെയും കൊടുത്തേക്കുന്ന കാണാം. ആ ഒരു റെഡ് ഫാബ്രിക് തീം ഒക്കെ അവിടെ കൊടുത്തേക്കുന്ന കാണാം, നല്ല നീറ്റ്ലി. അത് ഫ്രണ്ടിലെ പോലെ തന്നെ നമുക്ക് അവിടെയും കൊടുത്തേക്കുന്ന കാണാം. അപ്പൊ ഇത്രയാണ് റിയർ സീറ്റിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നമുക്ക് തേർഡ് റോ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ തേർഡ് റോയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് റോയിൽ നിന്നുള്ള ആക്സസ് ഇല്ല. അപ്പം നമുക്ക് ബാക്കിൽ ബൂട്ട് തുറന്ന് തന്നെ വേണം തേർഡ് റോയിലേക്ക് വരാൻ. ഇവിടെ നമുക്ക് 2 കൊടുത്തേക്കുന്ന സീറ്റ് എന്ന് പറയുന്ന ബക്കറ്റ് സീറ്റ് ആണ്. നമുക്ക് ഈ ഫുഡ് സ്റ്റെപ്പ് ചവിട്ടി വേണ്ടതുണ്ട്. ഇവിടെ 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ കയറാം. ഇവിടെ നല്ല കംഫർട്ടബിളി നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തേർഡ് റോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ കൊടുത്തേക്കുന്ന വെഹിക്കിൾ വേറെ ഇല്ലെന്ന് തന്നെ പറയണം. കാരണം SUV-യിൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് റോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈൽഡ് സീൽഡായിട്ട് ഒതുക്കി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ആ തോട്ട് നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ബക്കറ്റ് സീറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് അഡൾട്ടായിട്ടുള്ള ഒരാൾക്കും ഇവിടെ വന്നിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 7 പേർക്കും അഡൾട്ടായിട്ട് 7 പേർക്കുള്ള നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് കൊടുത്തേക്കുന്നത്. അത് അടിപൊളി ഒരു തോട്ടാണ്. കാരണം ഈ ഇവിടെ ഏറ്റവും തേർഡ് റോയിൽ നമ്മൾ ഈ ഒരു ബക്കറ്റ് സീറ്റ് കൊടുത്താൽ നല്ല കംഫർട്ടബിളി നമുക്ക് ഇരിക്കാം. ഇത് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ നമുക്ക് നല്ല ഈ ബക്കറ്റ് സീറ്റ് ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം, അത്യാവശ്യം നല്ല ഒരു ബാക്കിലോട്ട് ഒരു റിക്ലൈൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ ആണെങ്കിലും നീ റൂം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു നീ റൂം കിട്ടുന്നുണ്ട്. നമുക്കാണെങ്കിൽ ലെഗ് റൂം ആണെങ്കിലും ഒക്കെ നല്ല രീതിയിലും ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. 2 സീറ്റിലും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ലഗേജ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിൽ 2 ബാഗ്സ് ഒക്കെ വെക്കാം. വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഇവിടോട്ടൊന്നും ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തില്ല നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടിയ കാര്യങ്ങളൊക്കെ വേണേൽ വെക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ആക്സറി ആയിട്ട് റൂഫ് ക്യാരിയർ എടുത്തു കഴിഞ്ഞാൽ ലഗേജും അങ്ങനെ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഈ വെഹിക്കിളിൽ 5 പേരെ ഇരിക്കുന്നുള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ റൂഫിൽ ക്യാരിയറിലൊന്നും ലഗേജ് വെക്കേണ്ട, നമുക്ക് ഈ സീറ്റിലൊക്കെ വെച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് ലഗേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇത് ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ എന്താ പറയുക, ഒരു ക്രാംഡ് ഫീൽ ഒന്നുമില്ല. ഇത്രയും നല്ലൊരു ഗ്ലാസ് ഏരിയ ഒക്കെ നമുക്ക് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ആണെങ്കിലും നമുക്ക് വെളിയിലോട്ടുള്ള ഒരു വ്യൂ ആണെങ്കിലും ഒന്നും കട്ടാവുന്നില്ല. വളരെ കംഫർട്ടബിളി നമുക്ക് ഇവിടെ ഇരിക്കാം. തേർഡ് റോ അടിപൊളി, ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. പിന്നെ ഇവിടെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ തേർഡ് റോയിൽ നമുക്ക് ഇവിടെ 2 ബോട്ടിൽ ഹോൾഡർ, അത് ഈ ഒരു മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. അതല്ലാത്ത ഒരു രീതി കൊടുക്കാത്ത എന്താ വെച്ചാൽ നമ്മളിവിടെ ബോട്ടിലൊന്നും വെക്കുന്നില്ലെങ്കിൽ നമുക്കതൊരു ഡിസ്റ്റർബൻസ് വരത്തില്ല. അതൊക്കെ നല്ല തോട്ടുകളാണ് കൊടുത്തേക്കുന്നത് കമ്പനി. അപ്പൊ അത്രയാണ് തേർഡ് റോയിൽ, വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ അത്രയാണ്. ഇവിടെ നാണ്ട മേളിൽ 2 റീഡിംഗ് ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഓഫ് റോഡിങ് പോകണമെങ്കിലും എങ്ങനെ വേണേലും ഉപയോഗിക്കാവുന്ന, യൂട്ടിലിറ്റി ബേസ് നോക്കിയാലും അതെല്ലാം നടക്കുന്ന ഒരു വെഹിക്കിളാണ്. അടിപൊളി വെഹിക്കിളാണ്. എനിക്ക് എന്താ പറയുന്നത്, ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സിന്റെ ഒരു എന്താ പറയുന്നത് ധാരാളിത്തം അത് ഇല്ലെന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, അതായത് നമുക്കൊരു യൂസറിന് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് ഈ വെഹിക്കിളിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൾട്ട് ഓഫ് റോഡർ അല്ലെ, ഒരു SUV ആണ്. അപ്പൊ അതിനെ ആ രീതിയിലാണ് കമ്പനി കൊടുത്തേക്കുന്നതും. കാരണം നമുക്ക് ആ ഒരു ഫീൽ എല്ലാ തരത്തിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈവൻ ഓട്ടോമാറ്റിക് വെർഷൻ പോലും വെഹിക്കിളിന് ഇപ്പൊ നിലവിലില്ല. നമുക്ക് ഇതിനകത്തൊരു ഫീച്ചേഴ്സ് കുത്തി നിറയ്ക്കാനൊന്നും കമ്പനിക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റൈല് അത് കീപ്പ് ചെയ്തേക്കുവാണെന്ന് വേണം പറയാൻ. യെസ്, അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗൂർക്കയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ നമുക്ക് എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളിലേക്ക് പോവാം. 2.6 ലിറ്റർ ആണ് വെഹിക്കിളിന്റെ എഞ്ചിൻ വരുന്നത്. നമുക്ക് 140 PS പവറും 320 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഒരു പവർ റേഷ്യോ വെച്ച് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലാഗ് ഒന്നും പറയാനില്ല. കാരണം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെഹിക്കിൾ എനിക്ക് നമ്മൾ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് വെഹിക്കിൾ. പിന്നെ നമുക്ക് ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് ഒരു ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലാണ്. നമുക്ക് അത്ര ഹാർഡ് ഒന്നും അല്ല, വളരെ ക്വിക്കായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. സ്മൂത്ത് ഒരു ഗിയർ ഷിഫ്റ്റ് തന്നെയാണ് എന്ന് എടുത്ത് പറയണം. പിന്നെ ക്ലച്ച് ആണെങ്കിലും വളരെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ചാണ്. പിന്നെ നമ്മുടെ ഈ ഗിയറിൽ ഈ റിവേഴ്സ് കൊടുത്തേക്കുന്ന പാറ്റേൺ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണല്ലോ റിവേഴ്സ് ഇടുന്നത്. പിന്നെ അല്ലെ ജർമ്മൻ കാഴ്ചയിലൊക്കെ ആണെങ്കിൽ ആ ഒരു ലോക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇടും. ഇത് ആ ഫ്രണ്ടിലോട്ട് ഇടുന്നതിന് പകരം നേരെ ബാക്കിലോട്ട് ഈ ലോക്ക് ഇട്ടിട്ട് നമ്മൾ സെക്കൻഡ് ഇടുന്ന പൊസിഷനിൽ അങ്ങേയറ്റം പിടിച്ച് ബാക്കിലോട്ടാണ് ഇതിന്റെ റിവേഴ്സ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതെനിക്കൊരു നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഇൻഡിപെൻഡന്റ് ഡബിൾ വിഷ്ബോൺ സെറ്റപ്പ് ആണ്, വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. റിയറിൽ വരുന്നത് മൾട്ടി ലിങ്ക് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് തരുന്നുണ്ട് വെഹിക്കിൾ. നമുക്ക് ഓവർ ജെർക്കും കാര്യങ്ങളും ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊരു ലാഡ്രോൺ ഫ്രെയിം ഷാസിസ് വരുന്ന ഒരു വെഹിക്കിളാണ്. അതിൻ്റെതായിട്ടുള്ള ബോഡി റോളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഒരു കംഫോർട്ട് കളയുന്ന തരത്തിലേക്കുള്ള ഒരു ബോഡി റോളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ സിസ്റ്റം ആണെന്ന് തന്നെ പറയണം. നമുക്ക് നല്ലൊരു കംഫോർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവ് തരുന്നുണ്ട് വെഹിക്കിള്. പിന്നെ നമുക്ക് വന്നിട്ട് സേഫ്റ്റി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വെഹിക്കിളിന് ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, TPMS വരുന്നുണ്ട്, ABS, EBD ഇങ്ങനെയുള്ള എല്ലാ സേഫർ സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും വെഹിക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലൊന്നും ഫോഴ്സ് മോട്ടോഴ്സ് കോംപ്രമൈസ് ചെയ്തിട്ടില്ലെന്ന് തന്നെ വേണം എടുത്ത് പറയാൻ. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ എനിക്ക് 1-2 കാര്യം എടുത്തു പറയാനുണ്ടോ. ഒന്നെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു കമാൻഡിങ് പൊസിഷൻ ആണ്. ഒരു രക്ഷയില്ല. ഈ ഒരു വൈഡർ വ്യൂ അത് നമുക്ക് എത്ര ലോങ് സ്ട്രെച്ച് വേണേലും പോയാലും നമുക്കൊന്നും മടുപ്പിക്കത്തില്ല. ഒരു ഡ്രൈവ് ആണെങ്കിലും വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവിംഗ് പൊസിഷൻ ആണ് ഈ വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെഹിക്കിളിലേക്ക് അകത്ത് കയറി ഇരിക്കുമ്പം ഒരു ഒരു കവചത്തിനകത്ത് കയറിയിരിക്കുന്ന ഒരു ഫീലാണ്. ഭയങ്കര ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഫീലാണ് നമുക്ക് ഈ വെഹിക്കിളിനകത്തോട്ട് കയറി ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സേഫ്റ്റി അത് എടുത്തു പറയാം. നമ്മൾ വെഹിക്കിളിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സേഫ്റ്റി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആ എക്സ്റ്റീരിയർ ഡിസൈനിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് വെഹിക്കിളിന്റെ ഒരു ഡിസൈൻ കാണുമ്പോൾ ആ ഒരു രീതി തന്നെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ ആ ഫീല് നമുക്ക് വെഹിക്കിളിനകത്ത് കയറുമ്പോഴും ആ ഒരു സേഫർ ഫീല് നമുക്ക് വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗൂർക്കയുടെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പൂങ്കുടി മോട്ടോഴ്സ് ആണ്, ഫോഴ്സ് മോട്ടോഴ്സിന്റെ ഷോറൂം കൊച്ചിയിലുള്ള. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിവിഷണൽ മാനേജർ ആയിട്ടുള്ള പ്രമോദിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.